പെർസെൻറ്റേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെർസെൻറ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്നൊരു ടോപ്പിക്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കാം. എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെക്യൂർ 45% മാർക്ക് ടു ക്വാളിഫൈ ഫോർ ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂ പാസ്സാവാൻ എത്ര ശതമാനം മാർക്ക് കിട്ടണം? 45% മാർക്ക് നമുക്ക് വേണം. പക്ഷേ ഇൻ എ റിട്ടൺ എക്സാമിനേഷൻ 40% മാർക്ക് കിട്ടണം. ഇഫ് ഹി ഗെറ്റ് 79 മാർക്സ്, അവൻ എത്ര മാർക്ക് കിട്ടി? 79 മാർക്ക് കിട്ടി അല്ലേ? റിട്ടേൺ എഴുതി 79 മാർക്കാണ് കിട്ടിയത്. ആൻഡ് ഫെയിൽസ് ബൈ 56, 56 മാർക്കിന് തോറ്റു. ദെൻ ഫൈൻഡ് ദ മാക്സിമം മാർക്സ് യു സെറ്റ് ടു ക്വാളിഫൈ ഫോർ ആൻ ഇൻ്റർവ്യൂ. മാക്സിമം മാർക്കാണ് ഇൻ്റർവ്യൂവിൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം 45% എന്ത് വേണം? പാസ്സാവാൻ വേണം. പാസ്സാവാൻ 45% മാർക്ക് വേണം. പക്ഷേ ഇവൻ എന്ത് കിട്ടി? 79 മാർക്ക് കിട്ടി. 79 മാർക്ക് കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? തോറ്റു. എത്ര മാർക്കിനാണ് തോറ്റത്? 56 മാർക്കിനാണ് ഇവൻ തോറ്റത്. സോ 79 + 56 എന്ന് പറയുന്നത് 9 മാർക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 5 ബാക്കി 1, 8 5 13. ഈ 135 മാർക്കാണ് പാസ് മാർക്ക് എന്ന് എനിക്ക് പറയാലോ അല്ലേ? 79 മാർക്ക് കിട്ടിയിട്ട് 56 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 പാസിംഗ് മാർക്ക് അല്ലേ? ഇപ്പോൾ നോക്ക്, 135 മാർക്കാണ് പാസിങ്. പക്ഷേ ഞാൻ 56 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്തത്? 135 56 കുറച്ചാൽ പോരെ? കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 79 കിട്ടില്ലേ? സോ എപ്പോഴൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നോ, മാർക്കും എത്ര മാർക്കിനാണ് തോറ്റത് എന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പാസിംഗ് മാർക്ക് കിട്ടും. റൈറ്റ്. സോ എനിക്കിവിടെ പറയാൻ പറ്റും 45% എന്ന് പറയുന്നത് എന്താണ്? 79 + 56 ആയിട്ടുള്ള 135 മാർക്കാണെന്ന് പറയാൻ പറ്റും. സോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് 1% കണ്ടുപിടിക്കാമല്ലോ. 135 / 45 എന്ന് പറയുന്നതാണ് എന്ത്? 1% എന്ന് പറയുന്നത്. എന്നോട് ചോദ്യം മാക്സിമം മാർക്കല്ലേ? മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് എത്രയാണ്? 100% അല്ലേ? ഇൻറ്റു 100. റൈറ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നേരിട്ട് കട്ടാക്കാൻ പറ്റും. 45 × 3 ആണ് 135. അതല്ലെങ്കിൽ 5 കോമൺ ആയിട്ട് ഇവിടെ എത്ര പ്രാവശ്യം പോകും? 9 ടൈംസ് പോകും. ഇവിടെ 13 2, 35 7. സോ 9 27 3 ടൈംസ് പോകും. ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 3 × 100 എത്ര കിട്ടും? 300 എന്ന് എനിക്ക് കിട്ടും. റൈറ്റ്. സോ ഇതേ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ഇൻ ആൻ എക്സാമിനേഷൻ 36% ഓഫ് മാർക്ക് ഈസ് നെസസറി ടു പാസ്. സോ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 36%. എ സ്റ്റുഡൻറ്റ് ഗോട്ട് 200 മാർക്ക്. സ്റ്റുഡൻറ്റ് എത്ര മാർക്ക് വാങ്ങി? 200 മാർക്ക് വാങ്ങി. ആൻഡ് ഫെയിൽസ് ബൈ 124. 200 മാർക്ക് കിട്ടിയിട്ട് 124 മാർക്ക് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36% എത്രയാണ്? 200 + 124 ആയിട്ടുള്ള 324 ആര്? 36% എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% എത്രയാണെന്നല്ലേ ചോദ്യം അല്ലേ? 324 36% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്ര വരും? 324 / 36. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 36 ഇൻറ്റു എന്താണ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 അല്ല 360 അല്ലേ? 360. 360 ഇവിടെ എത്ര കുറവാണ്? ഒരു 36 കുറവല്ലേ? സോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റും 9 ടൈംസ് ആണെന്ന്. സോ 9 × 100 എനിക്ക് എന്ത് വരും? 900 ആണ് മാക്സിമം മാർക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റും. സി ദ നെക്സ്റ്റ് വൺ ഇങ്ങനെയാണ്. ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെക്യൂർ 30% മാർക്ക് ടു ഗെറ്റ് ത്രൂ. അതായത് പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30% ആണ്. റൈറ്റ്. ഇഫ് ഹി ഗെറ്റ്സ് 40 മാർക്സ്, 40 മാർക്ക് കിട്ടിയിട്ട് 20 മാർക്കിന് എന്ത് ചെയ്തു? തോറ്റു. ഫെയിൽസ് ബൈ 20. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? 40 + 20 എന്ന് പറയുന്നത് എത്രയാണ്? 40 + 20 എന്ന് പറയുന്നത് 60 ആണ്. ഈ 60 ആണ് എന്ത്? പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. സോ 30% എന്ന് പറയുന്നതാണ് ആര്? 60. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് 60 / 30 ആണ്. ചോദ്യം മാക്സിമം മാർക്കല്ലേ? മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100% എത്രയാണെന്നല്ല ചോദ്യം. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് നേരിട്ടിട്ട് 2 ടൈംസ് ആണെന്നറിയാം. 2 × 100 which is equal to 200. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെക്യൂർ 35% ഓഫ് മാർക്ക് ഗെറ്റ് ത്രൂ
35% marks to get through. If he gets 80 marks and fails by 60 mark. ഇവരെന്താണ് 80 മാർക്ക് കിട്ടിയിട്ട് 60 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് മാർക്ക് എത്രയാണ് 80 + 60 140 ആര് 35% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്ക് അല്ലേ, മാക്സിമം മാർക്ക് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 100% എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എത്രയായിരിക്കും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 140 എന്ന് പറയുന്നത് 35 ആണെങ്കിൽ 100 എത്ര അല്ലേ, ഇവിടെ 5 7 ടൈംസ് പോവും, ഇവിടെ 20 ടൈംസ് പോവും. 740ൽ 2 ടൈംസ് 20 × 20 എന്ന് പറയുന്നത് എനിക്ക് 400 എന്ന് കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എ സ്റ്റുഡൻറ്റ് ഹാസ് ടു ഒബ്റ്റെയിൻ 33% ഓഫ് ദ ടോട്ടൽ മാർക്സ് ടു പാസ്. സോ പാസിംഗ് എത്രയാണ് ഇവിടെ 33%. ഹി ഗോട്ട് 125 മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 40 മാർക്ക്. ദ മാക്സിമം മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ്.